ഈ പിക്ചറിൽ കാണിക്കുന്ന കിച്ചൺ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഈ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. ഒന്ന് കിച്ചണായിട്ട് യൂസ് ചെയ്യാം, പ്ലസ് ഒരു നോട്ട് പാഡായിട്ടും യൂസ് ചെയ്യാം. അതിൽ എന്തെങ്കിലും എഴുതാനായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഹാർട്ട്സ് വേണം, കുറച്ച് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഐഡിയ എന്തിട്ടാ, ഒരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ട്രേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരേ അളവിൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ മൊത്തം മാറിപ്പോവും, എല്ലാതും വേറെ വേറെ പോയിരിക്കും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നിട്ട് ഗ്ലിറ്റർ ഷീറ്റാണ് വേണ്ടത്, അതും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിലെ റാപ്പ് കളയുന്നില്ല, അത് പശയുള്ള ഗ്ലിറ്റർ ഷീറ്റാണ്, പശയില്ല, അതില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ റാപ്പ് കളയാണ്ട് പഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ പഞ്ച് ചെയ്തപ്പോൾ ആദ്യത്തെ പഞ്ച് ആക്കി ഇത് ഇത്തിരി മറ്റേ പഞ്ച് ശരിക്കും കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ അത് ആദ്യത്തെ പോയി. അപ്പോൾ രണ്ടാമത്തെ ഞാൻ വീണ്ടും അടിച്ചു, അപ്പോഴാണ് ശരിയായത്. ഇപ്പോൾ ഞാനൊരു കുളത്തുണ്ടല്ലോ, അപ്പോൾ കുളത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ റാക്ക് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ റാക്ക് ഞാൻ അതിൽ ഇങ്ങനെ കനം കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അത് മറ്റേത് കിച്ചൺ എടുത്തപ്പോഴേക്കും അവിടെ നനങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ആ കുളത്തിട്ട് കൊടുത്തു. ഈ കുളത്ത് നമുക്ക് കിട്ടും ഇൻഹേലർ, അങ്ങനത്തെ ഒരു സാധനങ്ങൾക്കൊക്കെ ഈ കുളത്ത് കണ്ടിട്ടില്ലേ, ആ കുളത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനിട്ട് കൊടുത്തത്. അപ്പോൾ ഇത് 2 യൂസ് ഉണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.